ഹലോ എവ്രിവൺ. 2021 പുറത്തിറങ്ങിയ ലിറ്റിൽ കാൻഡ്മാൻ എന്ന ഫാന്റസി ചൈനീസ് സിനിമയുടെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ, വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം. സ്റ്റാർട്ടിങ്ങിൽ പിപ്ലു എന്നൊരു കുട്ടിയാണ് കാണിക്കുന്നത്. പിപ്ലുവും അവന്റെ ചേച്ചി സിസിയും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവർ ട്വിൻസ് ആണ്. പിപ്ലു ഒരു വികൃതി പയ്യനാണ്. ആര് പറയുന്നതും കേൾക്കില്ല, പഠിക്കുകയില്ല, എപ്പോഴും ഓരോന്ന് കളിച്ചുകൊണ്ടിരിക്കും. എന്നാൽ സിസി ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. എപ്പോഴും സൈലന്റ് ആയിരിക്കും. ക്ലാസ്സിൽ എപ്പോഴും ടോപ്പറും ഇവളാണ്. ഇപ്പൊ ടീച്ചർ ക്ലാസ്സിലേക്ക് വന്ന് നടന്ന എക്സാമിന് ആരൊക്കെ എത്രയൊക്കെ മാർക്ക് വാങ്ങിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ സ്റ്റുഡൻസിന് കിട്ടിയ മാർക്ക് അനുസരിച്ചിട്ടാണ് അവരുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് മാർക്ക് വാങ്ങിയ ഒരു ഫ്രണ്ട് ബെഞ്ചിലും ഏറ്റവും കുറഞ്ഞ മാർക്ക് വാങ്ങിയ ഒരു ലാസ്റ്റ് ബെഞ്ചിലും ആവറേജ് മാർക്ക് വാങ്ങിയിട്ടുള്ള സ്റ്റുഡൻസ് നടുക്കുമാണ് ഇരിക്കുന്നത്. സോ ഇപ്പൊ മാർക്ക് അനുസരിച്ച് സ്റ്റുഡൻസിനെ മാറ്റിയിരുത്തും. എന്നിട്ട് ഇനി വരാൻ പോകുന്ന എക്സാമിന് ടോപ്പ് മാർക്ക് വാങ്ങുന്ന സ്റ്റുഡൻറ്റിന് വലിയൊരു സ്കൂളിൽ അവിടെ സീറ്റ് അങ്ങനെ കിട്ടില്ല. സോ ആ സ്കൂളിൽ സീറ്റ് കിട്ടും. അതേസമയം ഒരുപാട് സ്കോളർഷിപ്പുകളും കിട്ടും. അതുകൊണ്ട് എല്ലാവരും മത്സരിച്ച് പഠിച്ച് ആ സ്കൂളിൽ സീറ്റ് വാങ്ങിയെടുക്കാൻ നോക്കണം എന്ന് പറഞ്ഞ് എൻകറേജ് ചെയ്തിട്ട് അവിടുന്ന് പോവും. അതിനുശേഷം സിസി വീട്ടിലേക്ക് വന്ന് അമ്മയോട് അച്ഛനോടും സ്കൂളിൽ ടീച്ചർ പറഞ്ഞ കാര്യവും പിപ്പിൾ സ്കൂളിൽ ചെയ്ത കാര്യമൊക്കെ പറയും. ഇത് കേട്ട് അമ്മയ്ക്കും അച്ഛനും ദേഷ്യം തോന്നി. അപ്പൊ ഇവളുടെ അച്ഛൻ ഒരു ക്യാൻഡ് മീറ്റ് എടുത്ത് സിസിക്കായിട്ട് ടേബിളിൽ വെക്കും. അത് പിപ്പിൾ എടുക്കാൻ നോക്കിയപ്പോ അമ്മ പെട്ടെന്ന് അത് എടുത്തിട്ട്, നീ ചെയ്യുന്ന കാര്യത്തിന് ഇനി ഇത് തിന്നാത്ത കുഴപ്പമേ ഉള്ളൂ, ഇത് ഇവൾക്കാണ് എന്ന് പറഞ്ഞ് ആ ക്യാന് സിസിക്ക് എടുത്ത് കൊടുക്കും. സിസിയും അതപ്പോ ഓപ്പൺ ചെയ്യാതെ റൂമിൽ കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്തതും അതിൽ നിന്നൊരു വെളിച്ചം വന്നു. അവളും ഇതെന്താ ഇങ്ങനെ എന്ന പോലെ നോക്കി നിൽക്കുമ്പോ അതിനകത്തൊരു തീപ്പെട്ടിക്കൊള്ളിയുടെ സൈസിലുള്ള 5 മനുഷ്യന്മാര് പുറത്തേക്ക് തലയിട്ട് നോക്കും. എന്നിട്ട് നീ ആരാ, ഞങ്ങൾ കുറെ ആയി ഇതിനകത്ത് അടഞ്ഞു കിടക്കുന്നത് എന്ന് പറയും. സിസിയും അവളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ട് അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിക്കും. അതിനവരും ഞങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഒരുപാട് കാലമായിട്ട് ഞങ്ങൾ ഈ ക്യാനിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ സിസിയെ അമ്മ വിളിക്കുന്നത് കേട്ട് അമ്മയോട് ഈ കാര്യം പറയാമെന്ന് വിചാരിച്ച് അവൾ സന്തോഷത്തോടെ ആ ക്യാനും എടുത്ത് അമ്മയുടെ അടുത്തേക്ക് പോകുമ്പോ പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാക്കിൽ നടന്ന കാര്യം അവൾക്ക് ഓർമ്മ വന്നു. എന്താന്ന് വെച്ചാൽ അവളുടെ അനിയന് ഒരു പെറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ അത് അവരുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാതെ ആ പെറ്റിനെ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അതുകൊണ്ട് ഈ കാര്യം അമ്മയോട് പറഞ്ഞ അമ്മ ഇവരെയും പുറത്തേക്ക് വലിച്ചെറിയെന്ന് അവൾ ഭയന്നു. എന്നിട്ട് അമ്മയോടും അച്ഛനോടും ആ ക്യാനിൽ ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല, ക്യാൻ എംപ്റ്റി ആയിരുന്നു എന്ന് പറയും. അതിനുശേഷം സിസി ആ 5 പേരുടെയും മെഷർമെന്റ്സ് ഒക്കെ എടുത്ത് അവർക്ക് ഡ്രസ്സൊക്കെ റെഡിയാക്കി കൊടുത്തു. എന്നിട്ട് അവരോട് പേര് ചോദിച്ചപ്പോൾ അവരും ഞങ്ങൾക്ക് പേരൊന്നുമില്ലേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ആരൊക്കെയാണോ ആവേണ്ടത് എന്ന് പറയും. ഫസ്റ്റ് വന്ന ഈ പെൺകുട്ടിക്ക് ആർട്ടിസ്റ്റ് ആവണം, രണ്ടാമത് വന്നവന് ജീനിയസ്, മൂന്നാമത്തവൻ ഡോക്ടർ, നാലാമത്തേത് ആർമി മാൻ, അഞ്ചാമത്തെ ഈ പെൺകുട്ടി സിംഗർ. അങ്ങനെയൊക്കെ ആവണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം. ഇപ്പൊ സിസി ഇവർക്ക് വേണ്ടി ഒരു കുട്ടി വീട് തന്നെ റെഡിയാക്കി കൊടുത്തു. അപ്പൊ ഈ ഡോക്ടർ പയ്യൻ സിസിയോട്, എനിക്ക് ഇനി ഒരുപാട് പഠിക്കണം എന്നാണ് ആഗ്രഹം, നാളെ ഞാനും നിന്റെ കൂടെ സ്കൂളിലേക്ക് വരട്ടെ എന്ന് ചോദിക്കും. നെക്സ്റ്റ് ഡേ സിസി ആ ഡോക്ടറിനെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ സിസിയുടെ അടുത്തുള്ള ഈ കുട്ടി കുറച്ച് അസൂയൊക്കെയുള്ള കുട്ടിയാണ്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അപ്പൊ അത് ടീച്ചറിനോട് പോയി പറഞ്ഞു കൊടുക്കും. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. സോ ആ കുട്ടി സിസിയോട് നിന്റെ അനിയൻ എവിടെയെന്ന് ചോദിച്ചു. അതിനവളും അവനൊന്ന് വന്നിട്ടില്ല എന്ന് പറഞ്ഞതും ഈ പെൺകുട്ടി ചിരിക്കും. എന്നിട്ട് ഇത് ടീച്ചറിനോട് പറഞ്ഞാൽ തനിക്ക് നല്ല പേര് കിട്ടുമെന്ന് ആലോചിച്ചു. വീട്ടിലെ പിപ്പിലു ഒരു ഡോഗിനെ വളർത്തുന്നുണ്ട്. അതിനെ വീടിനകത്തേക്ക് കൊണ്ടുവന്ന് ചേച്ചിയുടെ റൂമിൽ അവൾ എന്തോ ഒളിപ്പിച്ചിട്ടുണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കണം എന്ന് പറയും. ആ ഡോഗ് മണം പിടിച്ച് ആ ചെറിയ മനുഷ്യരെ കണ്ടെത്തി. എന്നിട്ട് അവരുള്ള വീട് കടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ആട്ടും. അതിനകത്ത് 4 പേരും ബാലൻസ് കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴും. അതിലുള്ള ഡോക്ടർ സിസിയുടെ കൂടെ സ്കൂളിലേക്ക് പോയതാണല്ലോ. ഒരുപാട് നേരമായിട്ടും ആ ഡോഗ് ആ വീട് വിടുന്നില്ല എന്ന് കണ്ടപ്പോ ഈ ആർമിക്കാരൻ ഒരു കത്തി അവന്റെ അരയിലുണ്ടായിരുന്നു. അതെടുത്ത് ആ ഡോഗിനെ കുത്തും. ഡോഗും പെട്ടെന്ന് അതൊന്ന് പിടിവിട്ടു. എന്തിനാണ് ഡോഗ് കരഞ്ഞത് എന്ന് പിപ്പിലു ചെക്ക് ചെയ്തപ്പോ ഡോഗിന്റെ മേലെ ലൈറ്റ് ആയിട്ട് മുറിഞ്ഞ് ബ്ലഡ് വന്നത് അവൻ കണ്ടു. ഡോഗിന് എന്ത് പറ്റിയെന്ന് പേടിച്ച് പിപ്പിലു വേഗം മെഡിസിൻ എടുക്കാൻ വേണ്ടി ഓടും. അപ്പോഴേക്കും അവന്റെ അമ്മ വീട്ടിലേക്ക് വന്നു. ഡോഗ് ആണെങ്കിൽ വല്ലാതെ കുരയ്ക്കുന്നുണ്ട്. അത് അമ്മ കേൾക്കുകയും ചെയ്തു. അമ്മയ്ക്ക് പെറ്റ്സിനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ പിപ്പിലു ഈ ഡോഗിനെ വളരെ രഹസ്യമായിട്ടാണ് വളർത്തുന്നത്. ഇപ്പൊ അമ്മയ്ക്ക് ഡൗട്ട് വന്ന് നോക്കാൻ പോകുമ്പോ പിപ്പിലു വന്ന്, ഇവിടെ ഒന്നുമില്ല അമ്മേ, ഡോഗിന്റെ സൗണ്ട് കേട്ടത് പുറത്തുനിന്നാണ് എന്ന് പറഞ്ഞ് അമ്മയെ ഡൈവേർട്ട് ചെയ്യാൻ നോക്കി. എന്നാൽ അമ്മ അത് വിശ്വസിച്ചില്ല. ഇവരുടെ ഈ കോൺവെർസേഷൻസ് എല്ലാം ഈ ചെറിയ മനുഷ്യരും കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഈ ചെറിയ മനുഷ്യർ ഡോഗിനോട് സംസാരിച്ച് ആർമിക്കാരൻ അതിന്റെ പുറത്ത് കയറി അതിനെ ഗൈഡ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ അമ്മ റൂമിലേക്ക് വന്ന് നോക്കുമ്പോ അവിടെ ഡോഗ് ഇല്ലായിരുന്നു. എന്നിട്ട് ചിലപ്പോൾ ഡോഗ് പുറത്തുനിന്ന് തന്നെയായിരിക്കും കുരച്ചത്, എനിക്ക് തോന്നിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവും.
നൈറ്റ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ആ ദിവസം വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം സംസാരിക്കും. സിസിയും ആ ഡോഗ് പോകുമ്പോൾ ആർമിക്കാരനെയും കൊണ്ടാണല്ലോ പോയത്. ഇനി അതിനെ എങ്ങനെ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരുമെന്നോർത്ത് അവൾ അനിയനെ നോക്കി ദേഷ്യപ്പെടും. എന്നിട്ട് ബാക്കിയുള്ള 4 ചെറിയ മനുഷ്യരെയും വിളിച്ച് നിങ്ങൾ എങ്ങനെയെങ്കിലും ആർമിക്കാരനെ കണ്ടുപിടിച്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് പിപ്പിൾ വരും. അവനത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. എന്നിട്ട് ഞാൻ സ്വപ്നമൊന്നും കാണുന്നല്ലോ, ഇത് സത്യമല്ലേ, നീ അവരോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്ന് പറയുമ്പോൾ സിസി ആ സിറ്റുവേഷൻ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്യും. എന്നിട്ട് സമ്മതിക്കും അവരെ എങ്ങനെയാണ് അവൾക്ക് കിട്ടിയത് എന്നും അവനോട് പറയും. അങ്ങനെ ഓരോരുത്തരെയും സിസി പിപ്പിളുവിന് പരിചയപ്പെടുത്തി കൊടുക്കും. എന്നിട്ട് സിസി നീ എന്തിനാ ആ ഡോഗിനെ എന്റെ റൂമിലേക്ക് കൊണ്ടുവന്നേ, നീ കാരണമായി ഇപ്പൊ എല്ലാ പ്രശ്നവും ഉണ്ടായതെന്ന് പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കും. ഇത് കണ്ട ആർട്ടിസ്റ്റ് നിങ്ങൾ ഇങ്ങനെ അടി ഉണ്ടാക്കാതെ ആദ്യം കാണാതെ അവനെ കണ്ടുപിടിക്കാൻ നോക്ക് എന്ന് പറയും. അപ്പൊ പിപ്പിളുവിന് ഒരു കാര്യം തോന്നി. എന്നിട്ട് ആ ഡോഗിനെ ഞാൻ വല്ലപ്പോഴേ വീട്ടിലേക്ക് കൊണ്ടുവരാറുള്ളൂ, അതെവിടെയാണ് ഉണ്ടാവുക എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് ഇവരെയും കൂട്ടിയിട്ട് പിപ്പിളു ആ സ്ഥലത്തേക്ക് വന്ന് നോക്കും. പ്രതീക്ഷിച്ച പോലെ തന്നെ ആ ഡോഗ് ആ സ്ഥലത്തുണ്ടായിരുന്നു, കൂടെ ആ ആർമിക്കാരനും. പിപ്പിളുവിന് അവിടുന്ന് ആ ഡോഗിനെ വിട്ടിട്ട് വരാൻ വളരെ വിഷമമായിരുന്നു. ഇത് കണ്ട ചേച്ചിയും ഇനി വരുന്ന എക്സാമിൽ നീ 90% മാർക്ക് എടുത്താ അമ്മ എന്തായാലും ഈ ഡോഗിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രശ്നം ഉണ്ടാക്കില്ല, സോ നീ എക്സാമിൽ ഫോക്കസ് ചെയ്യണമെന്ന് പറയും. പിപ്പിളുവിന് 90% മാർക്ക് പോയിട്ട് 9 മാർക്ക് കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് മനസ്സിലാക്കിയ അവനും ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കും. അപ്പൊ ഡോക്ടറും നീ വിഷമിക്കേണ്ട, 90% മാർക്കല്ലേ, അത് കിട്ടാൻ ഞാൻ നിന്നെ സഹായിക്കാന്ന് പറഞ്ഞു. അങ്ങനെ എക്സാം ആയി. ആ എക്സാമിൽ ഡോക്ടർ പിപ്പിളുവിനെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് അവൻ 90% മേലെ മാർക്ക് എടുത്തു. എന്നാൽ എപ്പോഴും ഫസ്റ്റ് മാർക്ക് വാങ്ങുന്ന സിസി 100-ൽ 54 മാർക്കേ വാങ്ങിയുള്ളൂ. അതിൽ അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി. അത് കണ്ട അവളുടെ അമ്മയും അവളെ വല്ലാതെ വഴക്കു പറഞ്ഞു. ഇത് കേട്ട് സിസിയും അമ്മയോട് ഞാൻ എത്ര മാർക്ക് വാങ്ങിയാലും അമ്മയുടെ മോളല്ലേ, എന്തിനാ എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നത്, ഇത്രയും നാള് എന്നോട് വലിയ ഇഷ്ടമായിരുന്നല്ലോ, മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചീത്ത കുട്ടിയാവോ, അപ്പൊ ഇത്രയും കാലം നല്ല മാർക്ക് വാങ്ങിയതുകൊണ്ടാണോ എന്നോട് സ്നേഹം കാണിച്ചത് എന്നൊക്കെ ചോദിക്കും. അതിനമ്മയും അതെ അങ്ങനെ തന്നെയാന്ന് വെച്ചോ, നന്നായി പഠിക്കുന്ന മക്കളെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടാവോ, ഇങ്ങനത്തെ മാർക്ക് വാങ്ങുന്നവരൊന്നും അച്ഛനും അമ്മയ്ക്കും ഇഷ്ടാവില്ല എന്ന് ഭയങ്കര പാർഷ്വാലിറ്റി കാണിച്ച് പറയും. അത് സിസിയെ വല്ലാതെ വിഷമിപ്പിച്ചു. ഇപ്പൊ പഠിക്കാത്തൊരുത്തൻ പെട്ടെന്ന് നല്ല മാർക്ക് വാങ്ങുമ്പോ ആർക്കായാലും ഡൗട്ട് വരില്ലേ, അതുപോലെ തന്നെ പിപ്പിളുവിന്റെ ടീച്ചറിനും അവൻ ഇത്രയും മാർക്ക് വാങ്ങിയതിൽ സംശയം തോന്നി. അതുകൊണ്ട് ആ എക്സാം ഒന്നുകൂടി എഴുതാൻ പറയും. കാരണം പിപ്പിളു കോപ്പി അടിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ ടീച്ചർക്ക് നല്ല ഡൗട്ട് ഉണ്ട്. എന്നാൽ ഇത്തവണയും ആ ക്വസ്റ്റ്യൻസിനെല്ലാം അവൻ നന്നായി ആൻസർ ചെയ്തു. പിപ്പിളുവിന്റെ കൈയിനടിയിലിരുന്ന് ആ ഡോക്ടറെ ചേർക്കാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഇത്രയും കോൺഫിഡൻസിൽ ആൻസർ എഴുതുന്നത്. അങ്ങനെ പിപ്പിളു ആ സ്കൂളിലെ ടോപ്പ് സ്റ്റുഡന്റ് ആയി. വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും എങ്ങനെയായിരുന്നു മുൻപ് സിസിയെ കൊഞ്ചിച്ചിരുന്നത്, അതുപോലെ ഇപ്പൊ പിപ്പിളുവിനെ കൊഞ്ചിച്ചോണ്ടിരിക്കുകയാണ്. സിസിയെ കാണുമ്പോൾ വെറുതെ എങ്കിലും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. ഇതെല്ലാം സിസിയെ വല്ലാതെ വിഷമിപ്പിച്ചു. എന്നിട്ട് സ്കൂൾ ഗ്രൗണ്ടിൽ മഴയത്ത് വിഷമിച്ചിരിക്കുമ്പോൾ അവളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി അവളുടെ അടുത്തേക്ക് വരും. ഈ കുട്ടി ക്ലാസ്സിലെ ബിലോ ആവറേജ് സ്റ്റുഡന്റ് ആണ്. ഇവൾക്ക് നന്നായി പഠിക്കാനുള്ള കഴിവില്ലെങ്കിലും ഇവള് നന്നായിട്ട് ഡ്രോയിങ് ചെയ്യും. ഇവള് സിസിയുടെ ചിത്രം വരച്ചത് ഗിഫ്റ്റ് ആയിട്ട് അവൾക്ക് കൊടുക്കും. സിസി അതെടുത്തോണ്ട് വന്ന് വീട്ടിലെ ആ ചെറിയ മനുഷ്യരിലെ ആർട്ടിസ്റ്റ് ഇല്ലേ അവൾക്ക് കാണിച്ചു കൊടുത്തു. ആർട്ടിസ്റ്റും അതിന് ഇത്രയും നന്നായി ചിത്രം വരയ്ക്കുന്ന സ്റ്റുഡൻസ് നിന്റെ സ്കൂളിലുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ സിസിയും പഠിപ്പുണ്ടെങ്കിൽ മാത്രമേ കഴിവുള്ളവരെ അംഗീകരിക്കുള്ളൂ, പഠിക്കാതെ ഇതുപോലുള്ള കഴിവുള്ള ആരെയും ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല, എല്ലാത്തിനും തടസ്സം നിൽക്കും. അവൾ ഇത്രയും നന്നായി ചിത്രം വരച്ചിട്ടും പഠിക്കുന്നില്ല എന്നൊരു ഒരേ കാരണം കൊണ്ട് ടീച്ചർ അവളോട് ഇനി ചിത്രം വരയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവളുടെ തിങ്സ് എല്ലാം വാങ്ങി വെച്ചിരിക്കുകയാണ്. സ്കൂൾ എന്ന് പറഞ്ഞാലേ ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് സിസി പറയും. ആർട്ടിസ്റ്റും എങ്ങനെയെങ്കിലും വീണ്ടും ആ കുട്ടിയെ കൊണ്ട് ചിത്രം വരപ്പിക്കണം, അതിന് ആർട്ടിസ്റ്റ് ഹെൽപ്പ് ചെയ്യാന്നും പറയും. നെക്സ്റ്റ് ഡേ ഈ 5 പേരെയും സിസി സ്കൂളിലേക്ക് കൊണ്ടുവന്ന് ആ ടീച്ചറിന്റെ സ്റ്റാഫ് റൂമിലേക്ക് ഇറക്കി വിടും. എന്നിട്ട് ടീച്ചർ ആ സ്റ്റുഡന്റിന്റെ അടുത്തുനിന്ന് എടുത്തു വെച്ച പെയിന്റിങ്ങിന് യൂസ് ചെയ്യുന്ന തിങ്സ് കണ്ടുപിടിച്ച് അതെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരും. ആ സമയം ടീച്ചറും അവിടേക്ക് വരും. 4 പേര് എങ്ങനെയൊക്കെയോ പുറത്തേക്ക് കടന്നു. എന്നാൽ ആർട്ടിസ്റ്റിന് അവിടുന്ന് പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. പിടിക്കപ്പെട്ടു എന്ന് വിചാരിച്ചു നിൽക്കുമ്പോൾ വേറൊരു ടീച്ചർ ഈ ടീച്ചറിനെ വിളിച്ചത് കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയതും ഇവര് രക്ഷപ്പെട്ടു. എന്നിട്ട് ഈ എടുത്ത എല്ലാ തിങ്സും സിസി ആ ഫ്രണ്ടിന് കൊണ്ടുപോയി കൊടുത്ത് ആ ചെറിയ മനുഷ്യരെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു വെക്കും. ആ സമയം അവരുടെ സ്കൂളിൽ ഒരു ആർട്ട് എക്സിബിഷൻ നടക്കാൻ പോകുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ആ ഫ്രണ്ടിനോട് പ്രാക്ടീസ് ചെയ്യാനും പറയും. എന്നാൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാൽ ടോപ്പ് ഗ്രേഡുള്ള സ്റ്റുഡൻസിനെ മാത്രമേ ഈ ആർട്ട് എക്സിബിഷനിൽ പങ്കെടുപ്പിക്കുള്ളൂ. ലോ ഗ്രേഡ് ഉള്ളവരൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്നാണ് സ്കൂളിന്റെ നിയമം. എങ്കിലും സാരമില്ല എന്ന് പറഞ്ഞ് ആ കുട്ടിയെ കൊണ്ട് നല്ലൊരു അടിപൊളി പെയിന്റിങ് വരപ്പിച്ചു. അത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ കുറച്ച് കുട്ടികൾ HM ബാഡ് ഗ്രേഡ് ഉള്ളവരോട് അവിടേക്ക് വരരുത്, അവിടെ ഫോറിനേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതും
ആ ചിത്രം വരച്ച കുട്ടി അവിടുന്ന് തിരിച്ചു പോകാൻ നോക്കി. എന്നാ സിസി ഉണ്ടോ വിടുന്ന്? അവളത് വാങ്ങി ആ ജഡ്ജസിന്റെ അടുത്തേക്ക് ഓടി വന്നു. അവിടെയുള്ള ജഡ്ജസ് ഓരോ രാജ്യത്തുള്ളവരായതുകൊണ്ട് അവർ പല ഭാഷയിലായിരുന്നു സംസാരിച്ചിരുന്നത്. എന്നാൽ സിസി അവരോടെല്ലാവരോടും അവരുടെ ലാംഗ്വേജിൽ സംസാരിച്ചു. അതിന് കാരണം ഈ ജീനിയസ് ആണ്. അവന് പല ഭാഷയും സംസാരിക്കാൻ അറിയാം. ഇവള് സംസാരിച്ചത് കേട്ട് വന്ന ജഡ്ജസ് എല്ലാം ഇംപ്രസ് ആയി. കൂടെ ഈ പെയിന്റിംഗ് കാണിച്ചതും അത് കാണാൻ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഈ പെയിന്റിംഗ് അവർ സെലക്ട് ചെയ്യുകയും ചെയ്തു. സിസി ഇങ്ങനെ ചെയ്തത് കൊണ്ട് പ്രിൻസിപ്പള് അവൾക്ക് പണിഷ്മെന്റ് കൊടുത്തിട്ട് സ്കൂൾ ഗ്രൗണ്ട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. സിസിയും ഫീൽ ആവാതെ ഫ്രണ്ട് ജയിച്ചല്ലോ എന്ന സന്തോഷത്തില് അവള് ഗ്രൗണ്ട് ക്ലീൻ ചെയ്യാൻ ആരംഭിച്ചു. അപ്പൊ ബാഡ് ഗ്രേഡ് വാങ്ങിയിട്ടുള്ള കുറച്ച് കുട്ടികളെ അവിടെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അവർക്ക് സിസി ചെയ്തത് നല്ല കാര്യമായിട്ട് തോന്നി. സോ ഇവൾ ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ട് അവരും വന്ന് ക്ലീൻ ചെയ്ത് അവളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ പ്രിൻസിപ്പള് അനൗൺസ്മെന്റില് നെക്സ്റ്റ് എക്സാമില് ആരൊക്കെയാണോ 90% മാർക്ക് എടുക്കുന്നത് അവർക്ക് മാത്രമേ ഇനി നടത്തുന്ന എല്ലാ പ്രോഗ്രാംസിലും പങ്കെടുക്കാൻ കഴിയുള്ളൂ. മറ്റുള്ള സ്റ്റുഡൻസ് ഒന്നും പങ്കെടുക്കാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയും. ഈ ഒരു കാര്യം സിസിക്ക് തീരെ ഇഷ്ടമായില്ല. വല്ലാതെ വിഷമവും തോന്നി. എന്നിട്ട് ഈ കാര്യം ആ 5 പേരോടും പറഞ്ഞ് സങ്കടപ്പെടും. അതിന് ഇവരും ഓരോ ഐഡിയാസ് പറയും. അതനുസരിച്ച് ക്ലാസ്സിലെ പഠിക്കാത്ത കുട്ടികളെ വിളിച്ച് ഈ ചെറിയ മനുഷ്യരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കും. ഇവരെല്ലാരും ചേർന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കി. എന്താന്ന് വെച്ചാ ഡോക്ടർ നന്നായി പഠിക്കും. സോ ഇവൻ എഴുതുന്ന ആൻസർ മറ്റ് 4 പേരും വേഗത്തിൽ എഴുതി അത് ഈ സ്റ്റുഡൻസിന് പാസ് ചെയ്യണം. ഇവര് വളരെ ചെറുതായതുകൊണ്ട് ആർക്കും പെട്ടെന്ന് ഇവരെ കാണാനും പറ്റില്ല. ഇങ്ങനെ ചെയ്താൽ എന്തായാലും ഇവർക്ക് 90% മുകളിൽ മാർക്ക് വാങ്ങാൻ കഴിയുമെന്ന് ഇവർ പറഞ്ഞു. അങ്ങനെ ഈ പ്ലാൻ നടപ്പിലാക്കാനുള്ള ദിവസം വന്നു. അതായത് എക്സാം ആയി. എല്ലാവരും പ്ലാൻ ചെയ്ത പോലെ സീറ്റിലിരുന്നു. എന്നാൽ ടീച്ചർ വന്ന് രജിസ്റ്റർ നമ്പർ അനുസരിച്ച് ഇരിക്കാൻ പറഞ്ഞു. എല്ലാവർക്കും ടെൻഷനായി. അവസാനത്തെ ഹോപ്പും പോയി എന്ന് അവർ വിചാരിച്ചു. ഇനി എന്ത് ചെയ്യുന്നറിയാതെ അവർ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഈ ചെറിയ 5 പേരും ചേർന്ന് ഒരു പ്ലാൻ ഇട്ടു. എന്നിട്ട് ആൻസർ എഴുതി ഓരോരുത്തർക്കും മാറ്റി മാറ്റി കൊടുത്ത് ഇവർ നന്നായി എക്സാം എഴുതി പുറത്തേക്ക് വരും. എന്നാ ബിറ്റ് അടിച്ചത് ടീച്ചർ പിടിച്ചു. എന്നിട്ട് നിങ്ങളാണ് ഫസ്റ്റ് എഴുതി പുറത്തേക്ക് പോയത്, ആരാണ് ഇത്രയും ചെറുതായി എഴുതിയത് എന്ന് ചോദിക്കും. ആക്ച്വലി ഈ ബിറ്റ് പേപ്പർ കൂട്ടത്തിലുള്ള ആ സ്റ്റുഡന്റ് അറിയാതെ അവളുടെ സീറ്റിൽ വിട്ടിട്ടാണ് വന്നത്. അത് ടീച്ചറിന്റെ അടുത്ത് നല്ല പേര് വാങ്ങാൻ വേണ്ടി എല്ലാവരെയും ടീച്ചറിന് കാട്ടിക്കൊടുക്കുന്ന ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നല്ലോ. അവളുടെ കയ്യിൽ കിട്ടിയതും അവൾ അത് ടീച്ചറിന് കൊണ്ടുപോയി കൊടുത്തു. പ്രിൻസിപ്പളും ആരാ ഇങ്ങനെ ചെയ്തതെന്ന് ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കും. അപ്പൊ സിസി ആ കുറ്റം ഏറ്റെടുത്ത് മുന്നോട്ട് വന്ന് ഇതല്ല ഞാനാ ചെയ്തത്, കാരണം നിങ്ങൾ ഈ ചെയ്യുന്നൊന്നും എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. എന്തിനാണ് സ്റ്റുഡൻസിന്റെ ഇടയിൽ ഇങ്ങനെ പാർഷ്വാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്? ഓരോരുത്തരുടെ അടുത്തുള്ള കഴിവ് വെച്ചല്ലേ അവരെ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കേണ്ടത്, അല്ലാതെ മാർക്സോ ഗ്രേഡോ നോക്കിയിട്ടല്ല എന്നൊക്കെ പറഞ്ഞതും പ്രിൻസിപ്പൾ അവളുടെ പാരന്റ്സിനെ സ്കൂളിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് നിങ്ങളുടെ മകൾ കോപ്പി അടിച്ചു, ഇനി ഇവളെ ഈ സ്കൂളിൽ അലോ ചെയ്യാൻ കഴിയില്ല, ഇവളെ വേറെ സ്കൂളിൽ കൊണ്ടുപോയി അഡ്മിഷൻ എന്നൊക്കെ പറഞ്ഞതും അമ്മയും അച്ഛനും സോറി സാർ, ഇത്തവണ ഒരേ ഒരു ചാൻസ് തരണം, അവൾ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ഞങ്ങൾ ചോദിച്ചോളാം എന്ന് പറഞ്ഞ് കെഞ്ചിയതും പ്രിൻസിപ്പളും ഓക്കെ ഇത്തവണ ഞാൻ ക്ഷമിച്ച് ഒരവസരം കൂടി തരാമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കും. വീട്ടിലെത്തിയതും അല്ലെങ്കിൽ അമ്മ വെറുതെ എങ്കിലും അവളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ പിന്നെ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ലല്ലോ. സിസിയെ വല്ലാത്ത വഴക്ക് പറഞ്ഞു. അതിന് പകരമായിട്ട് സിസിയും അമ്മയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. നമ്മുടെ വീട്ടിലും അമ്മ നമ്മളെ വഴക്ക് പറയുമ്പോ നമ്മൾ അതിന് എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മളെ വളർത്തിയതിനെ കുറിച്ചും അച്ഛനെ കുറിച്ചും എല്ലാം ഇമോഷണൽ ആയിട്ട് പറഞ്ഞ് നമ്മളെ ഡൗൺ ആക്കാറില്ലേ? അതുപോലെ ഈ അമ്മയും നിന്റെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ പഠിപ്പിക്കുന്നത്, നമ്മുടെ സിറ്റുവേഷൻ നിനക്ക് അറിയില്ലേ? നിന്റെ അച്ഛൻ ഒരുപാട് ചാൻസ് ഉണ്ടായിട്ടും നിനക്ക് വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. ആ സ്കൂളും നിന്റെ അച്ഛനും ജോലിപരമായ ഒരു കണക്ഷൻ ഉണ്ട്. നീ ഇപ്പോ തെറ്റ് ചെയ്ത അച്ഛന്റെ ജോലിക്കാണ് അത് ബാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സിസിയെ ഇമോഷണൽ ആയിട്ട് ഡൗൺ ആക്കി. അതിനുശേഷം ഈ ഡോക്ടർ ചെറുക്കൻ സിസിയോട് നീ ഒരു കാര്യം അറിഞ്ഞോ, ഇപ്പൊ കോപ്പി അടിച്ച് പിടിച്ച സ്റ്റുഡൻസ് ഇനി വരുന്ന എക്സാമിൽ 90% മാർക്ക് എടുത്തില്ലെങ്കിൽ അവര് സ്കൂളിൽ നിന്ന് പുറത്താക്കും എന്നാണ് പറഞ്ഞത്. സോ നീ അവരെ എല്ലാവരെയും ഒരു ഗ്രൂപ്പ് സ്റ്റഡിക്ക് വിളിക്കുക. അങ്ങനെ പഠിച്ചാൽ അവരെ കൊണ്ട് 90% മുകളിൽ നമുക്ക് മാർക്ക് വാങ്ങിപ്പിക്കാം. പിന്നെ അവർക്ക് സ്കൂൾ വിട്ടു പോവേണ്ട ആവശ്യം വരില്ല എന്ന് ഐഡിയ പറഞ്ഞു കൊടുക്കും. അതിന് സിസിയും എന്റെ അവസ്ഥ ഇപ്പോ വളരെ മോശമാണ്, ഇതിൽ ഞാൻ എങ്ങനെ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്നത്? ഞാൻ 90% മാർക്ക് വാങ്ങിയില്ലെങ്കിൽ എന്നെ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കും. എന്റെ അച്ഛനും അമ്മയും ഞാൻ കാരണം വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്, അതിന് നിങ്ങളും ഒരു കാരണമാണ്. ഇനി ഈ വിഷയത്തിൽ നിങ്ങൾ തലയിടരുത് എന്ന് മുഖത്തടിച്ചതുപോലെ സിസി അവരോട് പറയും. അതവർക്ക് വലിയ വിഷമമായി. ഇനി ഇവൾക്കൊരു ശല്യമായിട്ട് ഇവിടെ നിൽക്കണ്ടെന്ന് കരുതി അവരുടെ സാധനങ്ങളെല്ലാം എടുത്ത് അവിടുന്ന് പോവും. എന്നാൽ പിപ്ലുവിന് അവർ പോകുന്നതിൽ തീരെ താല്പര്യമില്ല. സോ അവൻ അവന്റെ ഡോഗിനെ ഒളിപ്പിച്ചു വെച്ച സ്ഥലത്ത് അവർക്കൊരു വീട് റെഡിയാക്കി കൊടുത്ത് അവരോട് അവിടെ താമസിച്ചോളാൻ പറയും. അപ്പൊ അവരും ഞങ്ങളുടെ കാര്യങ്ങളെക്കാൾ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട്,
പുവറായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിനെ എല്ലാരെയും വിളിച്ച് ഒരു ഗ്രൂപ്പ് സ്റ്റഡി പോലെ ട്യൂഷൻ എടുക്കാം, ഒരുമിച്ചിരുന്ന് പഠിച്ചാൽ എന്തായാലും നല്ല മാർക്ക് വാങ്ങാൻ കഴിയുമെന്ന് പറഞ്ഞതും പിപ്പിലു അതിന് ഓക്കെ പറഞ്ഞിട്ട് അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യും. അങ്ങനെ ഇവരെ ഗ്രൂപ്പ് സ്റ്റഡി നടത്തി ഒരു വിധത്തിൽ മേലോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആർമിക്കാരൻ നമ്മൾ എവിടെ നിന്നാണ് വന്നത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് ഓർമ്മിപ്പിക്കും. മറ്റു 4 പേരും ഈ സ്റ്റുഡൻസ് പാസ്സായിട്ട് നമുക്ക് നമ്മുടെ ഗ്രാമത്തിലേക്ക് പോവാന്നും പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പാര വെക്കുന്ന പെണ്ണ് ഇവരെ കണ്ടുപിടിച്ചത്. എന്നിട്ട് ഈ 5 പേരെയും ഒരു ബോട്ടിൽ അടച്ചു വെച്ചിട്ട് എടുത്തോണ്ട് വന്ന് എനിക്ക് നിങ്ങളെല്ലാം പറഞ്ഞു തന്ന് ഞാൻ ടോപ്പ് മാർക്ക് വാങ്ങുന്നതിൽ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങളെ ആരെയും വിടില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. എന്നാൽ ഇവര് അതിലൊന്നും പേടിക്കാതെ എന്ത് നടന്നാലും ഞങ്ങൾ നിന്നെ ഹെൽപ്പ് ചെയ്യില്ല, നിനക്ക് അതിനുള്ള യോഗ്യത ഇല്ല എന്നും പറഞ്ഞ് അവളെ ചീത്ത പറയും. പിപ്പിലു നേരെ സിസിയുടെ അടുത്ത് വന്ന് അവരെ 5 പേരെയും കാണുന്നില്ല, എവിടെ പോയിന്നറിയില്ല, എനിക്ക് പേടിയാവുന്നുണ്ടെന്ന് പറയും. അതിന് സിസിയും അതിനേക്കാൾ നമുക്ക് ഇമ്പോർട്ടന്റ് എക്സാം ആണ്, അത് നന്നായി എഴുതണം, ശേഷം എന്താണെങ്കിലും നോക്കാന്ന് പറയും. എന്നാ പിപ്പിലു നീ എന്തായി പറയുന്നേ, എനിക്ക് എക്സാമിനേക്കാൾ വലുത് എന്റെ ഫ്രണ്ട്സ് ആണ് പ്രധാനം എന്ന് പറഞ്ഞ് അവരെ അന്വേഷിച്ചു പോവും. ഈ പാര വെക്കുന്ന പെണ്ണും ഈ 5 പേരും ഇവളെ ഹെൽപ്പ് ചെയ്യില്ല എന്ന് മനസ്സിലാക്കി ആ ബോട്ടിലോടൊക്കെ എടുത്ത് നിറയെ പല്ലിയും എലിയും പാറ്റയും ഒക്കെ ഉള്ള ഒരു റൂമില് അവർ വെച്ചിട്ട് പോവും. ഇവരും കഷ്ടപ്പെട്ട് ആ കുപ്പിയിൽ നിന്ന് രക്ഷപ്പെട്ട് വരും. എന്നാ ഒരു എലിയുടെ അടുത്ത് കുടുങ്ങും. ഇവര് ജീവന് വേണ്ടി എലിയുടെ അടുത്തുനിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് സിസി വിഷമിച്ചിരിക്കുകയാണ്, കാരണം അവര് ഇവൾക്ക് അത്രയും ഹെൽപ്പ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. സോ അവരിങ്ങനെ വിട്ടത് തെറ്റാണ്, അവരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അവള് ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് വരും. ഇവിടെ ഈ 5 പേരും എലിയുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവിടെയുള്ള ബോട്ടിൽ അറിയാതെ താഴെ വീണ് പൊട്ടും. ആ സൗണ്ട് സിസി കേട്ട് അവിടേക്ക് വന്ന് നോക്കുമ്പോ എലി ഓടിക്കളഞ്ഞു. ഈ 5 പേരെ കണ്ടതും അവൾക്ക് സന്തോഷായി. അങ്ങനെ വീണ്ടും അവർ ഒന്നിച്ചു. എന്നിട്ട് അവിടുന്ന് ആ 5 പേരെയും പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും. അതിനുശേഷം ആ പാര വെക്കുന്ന പെണ്ണ് വീണ്ടും ആ റൂമിലേക്ക് വന്ന് നോക്കിയപ്പോ ഈ 5 പേരെയും അവിടെ കണ്ടില്ല. ബോട്ടിലും പൊട്ടിക്കിടക്കുന്നത് കണ്ടതോടെ അവരവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് അവൾക്ക് മനസ്സിലായി. ദേഷ്യം വന്ന അവള് അവിടെയുള്ള സ്വിച്ച് ബോർഡ് ഓൺ ചെയ്തതും അവിടെ മൊത്തം തീ പിടിച്ചു. ടീച്ചേഴ്സ് അവിടെയുള്ള കുട്ടികളെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബിൽഡിങ്ങിനകത്ത് സിസിയും കുറച്ച് കുട്ടികളും കുടുങ്ങിപ്പോയി. ടീച്ചർക്കും അവിടേക്ക് വന്ന് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും വേറൊരു ടീച്ചർ ആദ്യം നമ്മുടെ ജീവനാണ് രക്ഷിക്കേണ്ടതെന്നും പറഞ്ഞ് ആ ടീച്ചറിനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഈ കുട്ടികളും ടെറസിലേക്ക് പോയാൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് കരുതി ടെറസിലേക്ക് വരും. ആ ബിൽഡിങ്ങും ഇപ്പൊ ഇടിഞ്ഞു വീഴും എന്ന അവസ്ഥയിലാണുള്ളത്. അപ്പൊ പിപ്പിലുവിന്റെ അടുത്ത് ഒരു ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു. അതിൽ കയറ് കെട്ടി ഈ 5 ചെറിയ മനുഷ്യര് ടെറസിൽ കുടുങ്ങിയിരിക്കുന്ന സിസിയുടെ അടുത്ത് കൊണ്ടുകൊടുക്കും. മറ്റേ അറ്റം താഴെ ടീച്ചേഴ്സിന്റെ അടുത്തും കൊടുക്കും. അങ്ങനെ 2 കൂട്ടരും ആ കയറ് മുറുകെ പിടിച്ച് ആ കയറ് വഴി തൂങ്ങി കുട്ടികൾ താഴേക്ക് ഇറങ്ങി. അവസാനമായി ഇനി സിസിയാണ് ഇറങ്ങാനുള്ളത്. എന്നാൽ അപ്പോഴേക്കും കയറിന് തീ പിടിച്ച് അത് അറ്റുപോകാനായിരുന്നു. ആ സമയം ആർമിക്കാരൻ ആ കയറിന്റെ മേലെ വന്ന് കിടന്ന് സിസിയോട് നീ പോയിക്കോ, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയും. സിസിയും മനസ്സില്ലാ മനസ്സോടെ കയറിൽ തൂങ്ങി താഴേക്ക് ഇറങ്ങും. ഇപ്പൊ ഈ ചെറിയ മനുഷ്യരെല്ലാം ഉണ്ട് എന്ന കാര്യം എല്ലാവരും അറിഞ്ഞു. എല്ലാരും ആ ആർമിക്കാരനെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വന്നു. ട്രീറ്റ്മെന്റും എടുത്തു. എന്നാ അവന് റെയർ ബ്ലഡ് ഗ്രൂപ്പ് ആണ്, അത് ആരുടെ അടുത്തും ഇല്ലതാനും. അപ്പോഴാണ് ഇവരുടെ ക്ലാസ് ടീച്ചറിനും അതേ ബ്ലഡ് ഗ്രൂപ്പ് ആണ് എന്ന് അവര് വന്ന് പറഞ്ഞത്. എന്നിട്ട് ഒരു തുള്ളി ബ്ലഡ് അല്ലേ, അത് വേണമെങ്കിൽ എന്റെ കയ്യിൽ കുത്തിയെടുത്തോ, എനിക്ക് പ്രശ്നമൊന്നും ഇല്ലാന്ന് പറയും. അതിനുശേഷം സർജറി എല്ലാം കഴിഞ്ഞ് ആ ആർമിമാൻ രക്ഷപ്പെടും. അപ്പൊ സിസിയുടെ അമ്മ അവളുടെ അടുത്ത് വന്ന് പഠിപ്പ് മാത്രമല്ല ജീവിതം, അതല്ലാതെ വേറെയും കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി മകളോട് സോറി പറയും. ഇനി ഫസ്റ്റ് റാങ്ക് എടുക്കണമെന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്യില്ല എന്നും പറഞ്ഞു. അങ്ങനെ അവസാനം എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ സിസി 90% മുകളിൽ മാർക്ക് എടുത്ത് സ്കൂൾ ടോപ്പറായി. ഒരു സ്കോളർഷിപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ, അതും അച്ചീവ് ചെയ്തു. ഇപ്പൊ സിസിയോട് സ്റ്റേജിൽ നിന്ന് സംസാരിക്കാൻ പറഞ്ഞതും അവളും എപ്പോഴും ഒരാളുടെ കഴിവിനെയാണ് മതിക്കേണ്ടത്, അല്ലാതെ അവര് വാങ്ങുന്ന മാർക്കല്ല. പഠിപ്പ് എന്നത് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്, എന്നാലും അവർക്ക് മറ്റു പല കഴിവുകളും ഉണ്ടാവും. വെറും ഡിഗ്രി വെച്ച് ഈ ലോകത്ത് ഒന്നും സാധിക്കാൻ കഴിയില്ല. അതിനുപരി അവർക്ക് ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ടാവും. അത് നോക്കി അവരെ ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കുക. അവര് പഠിക്കുന്നില്ല എന്ന് കരുതി അവര് ജീവിക്കാൻ തന്നെ യോഗ്യതയില്ലാത്തവരാണെന്ന് കരുതരുത്. അതിൽ ബെസ്റ്റ് അല്ലാത്തവർ വേറെ ഏതിലെങ്കിലും ബെസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് അവരുടെ കഴിവിനെ കണ്ടെത്തി അവരെ എൻകറേജ് ചെയ്യാൻ ശ്രമിക്കണം എന്നൊക്കെ ക്യൂട്ടായിട്ടൊരു സ്പീച്ച് നടത്തും. അതിനുശേഷം ഈ 5 ചെറിയ മനുഷ്യരെ അവരുടെ ഗ്രാമത്തിലേക്ക് തന്നെ പറഞ്ഞയക്കും. പോകുന്നതിന് മുൻപ് ആ ആർട്ടിസ്റ്റ് ഒരു ചെറിയ ക്യാൻവാസിൽ സിസിയെയും അവളുടെ തോളില് ഈ 5 പേരും ഇരിക്കുന്നത് പോലൊരു ചിത്രം വരച്ചത് അവൾക്ക് കൊടുത്തു. അങ്ങനെ അവർ പോകുന്നത് സിസി നോക്കി നിൽക്കുന്നതിൽ ഈ ക്യൂട്ടായിട്ടുള്ള ഒരു സിനിമ അവസാനിക്കും. ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.